അടുക്കളക്ക് ഭയങ്കര പരിപാടി കേട്ടോ. ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ ആയിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് എടുത്തിട്ട് വറുത്തോണ്ടിരിക്കുക. ഭയങ്കര പരിപാടിയില്ല. ചായ പെട്ടെന്നൊരു വിശപ്പൊക്കെ, പെട്ടെന്ന് വിശപ്പ് ചായ കൂടി കഴിക്കാൻ വേണ്ടിട്ട് ആകുന്ന കേട്ടോ. നൂഡിൽസ് മേടിച്ചിട്ട്, അപ്പൊ നൂഡിൽസും ഫ്രഞ്ച് ഫ്രൈസും കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. നൂഡിൽസ് ഫ്രഞ്ച് ഫ്രൈസും വേണ്ട, ഒന്നെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം പോലെ. അവിടെ സൈഡ് ആയിട്ടല്ലേ നമ്മളിപ്പോ കാണല്ലേ, KFC ചിക്കൻ കഴിക്കുമ്പോ സൈഡ് ആയിട്ടല്ലേ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാറ്. പിന്നെ ബർഗർ കഴിക്കുമ്പോ ടാറ്റാ പറ, ടാറ്റ വരാ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് പുളിയൊക്കെ കഴിഞ്ഞ് ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ ഇനി കുഞ്ഞിപ്പെണ്ണ് നമ്മള് താഴെ വിടാം. താഴെ വിട്ടിട്ടുണ്ടായാലുണ്ടല്ലോ ഇന്നലെ എന്തൊക്കെ സംഭവം ഇവിടെ ഉണ്ടായതറിയോ? എന്തൊക്കെ ഉണ്ടായേ? കുഞ്ഞിപ്പെണ്ണ് എന്തൊക്കെയാ ചെയ്തേ ഇന്നലെയോ? ആ കാടിന്റെ സാധനം വായിലിട്ട് ഓർക്കുന്നില്ല. ഇന്നലെ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കുന്ന ഒരു കാറിന് എടുത്തിട്ട് അവിടെ തിന്നു. അതിൽ കഷ്ണം എടുത്തിട്ട് വിഴുങ്ങി, എന്നിട്ട് തിരിച്ച് ഛർദിച്ചപ്പോ അതിന്റെ കൂടെ മറ്റേ ആ കഷ്ണം പേപ്പറിലൊരു കഷ്ണം, അതുപോലെ തന്നെ ഒരു വണ്ടിനെ തിന്നു. ഛർദിച്ച കാരണം മുപ്പിളി വണ്ടിനെ തിന്നു എന്നുള്ള നമ്മൾ മനസ്സിലായിട്ടോ. എല്ലാവരും വണ്ടി കഴിച്ചിട്ടുണ്ട്. ഭയങ്കര വിക്രസാ ഇപ്പൊ. എവിടെ ഇരിക്കത്തില്ല, നിലക്ക് ഇരുത്തപ്പോഴത്തേക്ക് ഓടും. അമ്മേ കുഞ്ഞിപ്പെണ്ണിപ്പോ എങ്ങനെയാ? ഒരിടത്ത് ഇരുത്താൻ പറ്റില്ല, ഒരിടത്ത് ഇരുത്താനും പറ്റില്ല, കണ്ണ് തെറ്റാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാട്ടോ. അപ്പൊ ഇരിക്കുവാണെങ്കിൽ തന്നെ കണ്ണ് അങ്ങോട്ട് ഒരാൾ കണ്ണ് മറച്ച നമ്മൾ ഇത്ര നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഒന്ന് എന്താ മമ്മീനെ ഞാൻ ഫോണിൽ എന്താ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പെണ്ണ് വയറ്റിലാക്കിയത്. അപ്പൊ അടുത്ത സെറ്റ്, രണ്ടാം സെറ്റ് ഇടുക കേട്ടോ. തീയാക്കോ ഒരു സെറ്റ് പൊരിഞ്ഞു, രണ്ടാം സെറ്റ് പൊരിക്കണം. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് കൊടുത്തു. അപ്പൊ നല്ല ടേസ്റ്റാ. ഏതാ മുഖത്താ ബൾബ് കത്തിയിരിക്കുന്നേ. അത് രസമല്ലേ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനും. ചായയുടെ കൂടെ, വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കുന്ന നല്ല രസമല്ലേ? ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇച്ചിരി എനിക്ക് അതായത് ഉപ്പ് ആടിയാണ് ലാസ്റ്റ് കൂടി. ഉപ്പും കുരുമുളക് പൊടിയാ ഞാനിടാം. കുരുമുളക് പൊടി വേണ്ട, ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി നൂഡിൽസ് അതേ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടോ. അടുത്തത് നല്ല മുട്ട ഇട്ട നൂഡിൽസ് ഇട്ടോ. എന്നിട്ട് നമുക്ക് ചായം കൂട്ടി അടിക്കാം വൈകുന്നേരം. പേടിച്ചോയെ അപ്പൊ നൂഡിൽസ് പൊന്നൂന് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പൊന്നവിടെ മുട്ട പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം മുട്ട പൊരിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. എഗ് നൂഡിൽസ് അല്ലേ കുഞ്ഞാ? എഗ് നൂഡിൽസും ഫ്രഞ്ച് ഫ്രൈസും. ഇപ്പൊ ഇട്ട് ഇറക്കി മുട്ട കേട്ടോ. ഫ്രഷ് മുട്ട കേട്ടോ. ഇന്നിട്ട മുട്ട അല്ലേ? ഇന്ന് വൈകുന്നേരം കൂടിയിട്ട മുട്ടയാണ്. അല്ല അതിന്റെ ചൂട് പോലും മാറിയിട്ടില്ല. ചൂടൻ മുട്ട, കിടക്കുന്ന മീനെന്നൊക്കെ പറയുന്ന പോലെ ചൂടൻ മുട്ട. അയ്യോ ടെൻഷൻ അടിക്കണ്ട, നെല്ല് ഉണ്ടാക്കിയാ കേട്ടോ. ഞാൻ വഴക്കുറിയുന്ന പേടിയായിട്ട് പോലും. അയ്യോ അങ്ങനെയല്ല ഇവിടെ വിറയ്ക്കുന്നയാ? എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഇല്ല പകുതി ദിവസമായിട്ട് നമ്മൾ വലിയ പാക്ക് വാങ്ങിച്ചത് നൂഡിൽസ്. ഫാമിലി പാക്ക് ഇപ്പി. ഡൂഡ് ഉണ്ടായിരുന്നു. നൂഡിൽസ് കഴിച്ച പിന്നെ ചോറുണ്ണൂല കേട്ടോ. എല്ലായിടത്തും പ്രശ്നം തന്നെ. അങ്ങനെ മുട്ട നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ട പാത്രത്തിലേക്ക് മാറ്റുവാണേ. പാത്രത്തിലേക്ക് മാറ്റി എടുത്തു. എന്നിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. കുഞ്ഞിപ്പണ്ണി ടാറ്റ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ഇനി കുഞ്ഞിപ്പന്നെ ടാറ്റ പറയാനേ. നമ്മൾ മുട്ട ഇട്ടിട്ട് ഇതാക്കരുത് കേട്ടോ. നൂഡിൽസ് ഇളക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ഡെക്കറേഷൻ ചെയ്യുമ്പോലെ ഇടൂലേ, അങ്ങനെ ഇടുന്നതാണ് എനിക്കിഷ്ടം. കണ്ടോ പൊന്നു നോക്കിയിരിക്കുന്നതിനകത്തേക്ക് മനസ്സിലായില്ലേ? നൂഡിൽസിലേക്ക് ആട്ടോ പൊന്നു നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ ചുമന്നിരിക്കുന്നു.
പപ്പ കടയിൽ പോട്ടോ, പപ്പനെ വിളിക്കട്ടെ. അപ്പൊ നമ്മുടെ നൂഡിൽസ് അവിടെ പ്ലേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. പൊന്ന് മുട്ട വെതറിക്കൊണ്ടിരിക്കുക കേട്ടോ മേലെ കൂടെ. ഇതിന്റെ മേലെ മുട്ട വെതറിയിട്ടാണ് നിങ്ങൾ കഴിക്കുക. അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഉണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഒക്കെ ഇട്ട് വറുത്തെടുത്ത ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്, നമ്മുടെ നൂഡിൽസും ഉണ്ട്. പപ്പനെ വിളിച്ചപ്പോ പപ്പ വേണ്ടാന്ന് പറഞ്ഞു. പപ്പയ്ക്ക് നൂഡിൽസ് കഴിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ അവിടെ കെച്ചപ്പ് ഉണ്ട്. ഒരു കെച്ചപ്പും കൂട്ടി ഇതിനകത്ത് മുക്കി കഴിക്കണം. അപ്പൊ ഇച്ച കെച്ചപ്പ് പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. കാപ്പി വേണ്ട, കാപ്പി വേണ്ടേ? ചൂടൊന്നും മതിയില്ലേ? എനിക്ക് കാപ്പി ഒന്നും കുടിക്കാൻ പറ്റില്ലാത്ത ഞാൻ. എനിക്കിവിടെ വെള്ളം ഉണ്ട്. അപ്പൊ എനിക്ക് കാപ്പി വേണ്ട കേട്ടോ കൂട്ടുകാരെ. കുഞ്ഞിന് കാപ്പി ആവുന്ന വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല കേട്ടോ. ഞാൻ കാപ്പി കുടിക്കത്തില്ല കേട്ടോ. എനിക്ക് കാപ്പി കുടിക്കാൻ പറ്റത്തില്ല. പുനുവിനിപ്പോ പറഞ്ഞില്ലേ മേലെ തിരുമിച്ചുകൊണ്ട് കാപ്പി കുടിക്കാനൊന്നും പറ്റത്തില്ല. ഇതിന്റെ കൂടെ നാരങ്ങാച്ചാർ കൂടി ഉണ്ടായിരുന്ന സെറ്റ് ആയിരുന്നു അല്ലേ? നൂഡിൽസിന്റെ കൂടെ നൂഡിൽസിന് ഉപ്പുണ്ടോ? ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് എടുത്തിട്ട് ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കിയിട്ട് അങ്ങനെയുണ്ട്. സൂപ്പറല്ലേ? നല്ല മുരിമുരാന്നാണ് ഇരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ്. പപ്പയാണോ വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണിനെ ഫുഡ് കൊടുക്കുക കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണ് കൊതി വിടുവായിരുന്നു. കുഞ്ഞിപ്പെണ്ണ കുറുക്ക് കഴിക്കുന്ന കേട്ടോ. അങ്ങോട്ടായി പോയോ? ഭയങ്കര സങ്കടം കുഞ്ഞിപ്പെണ്ണിന്. അപ്പനോട് പറഞ്ഞത് ഏന്ന് ചോദിക്കുമ്പോ വിഷമാന്ന് പറഞ്ഞതാ, അല്ലാണ്ട് കുഞ്ഞിനെ പേടിപ്പിച്ചല്ല. ഇല്ല അപ്പേ എന്റെ കൊച്ചിനെ വിഷമിപ്പിച്ചാണ്ടല്ലോ. ഇല്ല കരണ്ട് പോയി കൂട്ടുകാരെ, കരണ്ട് പോയി. കുഞ്ഞിപ്പെണ്ണ് പൊരിഞ്ഞ കരച്ചില്ലോ. അതിനെന്താ വെട്ടമില്ലാത്ത? ഇതിന് അയ്യോ അതിന്റെ ചാർജ് തീരാനായിട്ടാ. സംഭവം കരണ്ട് പോകുന്ന പേടിയുണ്ടോ? പിന്നെ പേടിച്ചിട്ടൂടെ ഇരിക്കാൻ വയ്യ അല്ലേ? എന്നെ പോലെ എല്ലാവർക്കും പേടിയാ. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. കുട്ടിയെ എവിടെ പോണേ? ഇരുട്ടത്താണോ പോണേ? എങ്ങോട്ടാ പോണേ നീ? പപ്പേനെ കണ്ടിട്ടാട്ടോ. പോന്നോക്കി പപ്പേനെ കണ്ടിട്ടോ. ഉണ്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ കറണ്ടൊക്കെ വന്ന് കുഞ്ഞിപ്പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണ് ഉറങ്ങാൻ കിടക്കുന്ന നടപ്പാട്ടെ ഇത്. കുഞ്ഞിപ്പെണ്ണിന്ന് ഉറങ്ങാൻ നടക്കുന്ന നടപ്പാട്ടോ. അപ്പൊ നൂഡിൽസ് ഒക്കെ അടിപൊളിയായിരുന്നില്ലേ? എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അതുപോലെ രാത്രി ചോറൊന്നും ഉണ്ടില്ല. നൂഡിൽസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്, ഇന്നത്തെ ഡിന്നർ. അപ്പൊ അത്രയും കൂടെ വീഡിയോ മറ്റു നാളെ കാണാം. കാണിച്ച പറ.